ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമലിൻ്റെ ഫാം ഒന്ന് കാണാൻ പോയതാണ്. അപ്പോൾ അമലിനാണ് നമ്മൾ നമ്മുടെ ആടിനെ കൊടുത്തത്. ആടിനെ മാത്രമല്ല, അവിടെ സുൽത്താനുണ്ട്, സുന്ദരി ഉണ്ട്. സുൽത്താൻ എന്ന് പറയുന്നത് എൻ്റെ വലിയയാളുടെ മോനാണ്, ഗീർ ക്രൂസ് പശുവിൻ്റെ ആദ്യത്തെ കുട്ടി. പിന്നെ സുന്ദരി ഒരു 5 പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ കാലുവേദനയൊക്കെ വന്നപ്പോൾ നമുക്കിവിടെ കെട്ടിയിട്ട് വളർത്തുന്ന കാരണം ഞാൻ അവന് കൊടുത്തു. അങ്ങനെ സുന്ദരി ഉണ്ട് അവിടെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയും അവൻ വായോ, എൻ്റെ ഫാമിലിക്ക് വായോ എന്ന് പറയാറുണ്ട്. ഞാൻ ശരിയാക്കൂടെ, ഞാൻ ശരിയാക്കൂടെ, ഞാൻ ശരിയാക്കൂടെ, എന്നെ ഇരിക്കൂടെ ഇല്ല. പാത്തു മക്കളൊക്കെ എന്നെ മറന്നുപോയി. 2 മാസമായില്ലേ കൊടുത്തിട്ട്. അപ്പോൾ അവർ മറന്നു. എന്നും കാണുമ്പോഴൊക്കെ ആവും ഓർക്കണല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ കൊടുത്തതൊന്നും എന്നെ മറക്കില്ല എന്നുള്ള ധൈര്യത്തിലേക്ക് പോയേ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരൊക്കെ മറന്നു. ഞാൻ കായ വറുത്തൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു. കായ വറുത്തൊക്കെ വാങ്ങി തിന്നു, പക്ഷേ ഓർമ്മയില്ല. സുന്ദരിക്ക് മറന്നു. മറന്നു. ഇതാണ് എൻ്റെ സുന്ദരി. അപ്പോൾ 10 വർഷം മുൻപ് കന്നുകുട്ടി പരിപാലന പദ്ധതിയിലേക്ക് ഒരു പശുക്കുട്ടീനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അന്ന് നമ്മുടെ കയ്യിൽ പശുക്കുട്ടി ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ്. അത് ട്രിച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പശുക്കുട്ടിയാണ്. ജേഴ്സിയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമുള്ള പശുക്കുട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ വളർത്തി വലുതാക്കി 5 പ്രസവം കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് കാലുവേദന ചെറുതായിട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല. നമ്മളിവിടെ കെട്ടിയിട്ട് വളർത്തുന്നതാണല്ലോ, പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യമില്ലാത്ത കാരണം അമലിനെ കൊടുത്തു 5ാമത്തെ പ്രസവത്തിൽ. അത് കഴിഞ്ഞപ്പോൾ 6ാമതും പ്രസവിച്ചു. പിന്നെ ഞാൻ കൊടുത്ത പിന്നെ ആദ്യമായിട്ടാണ് കാണാൻ പോണത്. പക്ഷെ അവൾ ചെന്ന വഴിക്ക് തീരെ പരിചയമൊന്നും കാണിച്ചില്ല. പിന്നെ അവൾക്ക് മനസ്സിലായി എന്നെ. ഞാൻ പിന്നെ പോരുന്ന നേരത്തെ സുന്ദരി എന്നൊക്കെ വിളിച്ചപ്പോൾ നോക്കണുണ്ട്. ഞാൻ എൻ്റെ കൊടുത്ത 18 വർഷത്തിനുള്ളിൽ പല പശുക്കളെയും മൂരിക്കുട്ടന്മാർ പലരും നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും വളർത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സ്ഥല സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ കൊടുക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, അതൊക്കെ അങ്ങനെയൊക്കെയാണ് ജീവിതം. അമലിൻ്റെ അടുത്തൊരു എരുമേനെ കണ്ടു. ഭയങ്കര പ്രത്യേകത തോന്നി. അതിൻ്റെ കണ്ണിങ്ങനെ വെളുത്തിരിക്കുന്നുണ്ട്. എനിക്ക് എരുമകളെ കുറിച്ച് അത്ര പരിചയമില്ലാത്ത കാരണം കൂട്ടാ, പക്ഷെ അതൊരു പ്രത്യേകതയായിട്ട് തോന്നി. നല്ല വെള്ള കണ്ണ്. പിന്നെ ഇതാണ് എൻ്റെ സുൽത്താൻ. സുൽത്താൻ ഗീർ ക്രൂസ് പശുവായിട്ടുള്ള എൻ്റെ വലിയവളുടെ കുട്ടിയാണ്. 6 മാസമുള്ളപ്പോൾ ഞാൻ കൊടുത്തതാണ് അവനെ. നമുക്ക് മൂരിക്കുട്ടന്മാരൊന്നും വളർത്തി ഉണ്ടാക്കാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ അവന് കൊടുത്തു. ഇപ്പോൾ 1.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാവം മൂരിക്കുട്ടനാന്ന് പറഞ്ഞു. അഴിച്ചിട്ട് പാടത്തേക്ക് അഴിച്ചു വിടും, തന്നെ കയറി വരികയൊക്കെ ചെയ്യും. യാതൊരു ശല്യവും ഇല്ല അവനെ കൊണ്ട്. അപ്പോൾ അവനിപ്പോൾ വലിയ നല്ല മൂരിക്കുട്ടനായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെയില്ല, നല്ല വലിപ്പവും കുറച്ച് ക്ഷീണമുണ്ട്. ഇത്രയും മൃഗങ്ങളെ മുഴുവൻ അവൻ തനിച്ചാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യണത്. ഞാനും ചേട്ടനും കൂടി ഇവിടെ ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പണിയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് തന്നെ പശുക്കളെ വളർത്തുക എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയാണ്. പക്ഷേ ഇതുകളെ മുഴുവൻ അവൻ തനിച്ചാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതിലേക്ക് അതന്നെ അവനോട് നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നും. കാരണം ഈ ഒരു പ്രായത്തിൽ അവൻ ചെയ്യണ എഫർട്ട്, അവൻ്റെ 16 വയസ്സിൽ അവൻ അച്ഛന് അസുഖം വന്നപ്പോൾ തൊട്ട് ചെയ്യണതാണ്. പിന്നെ അവിടെ നിന്ന് തൊട്ട് വിൽക്കലും വാങ്ങലും അവന്മാർ പശുക്കളെ വളർത്തൽ. ഇപ്പോൾ ഒരു 10 പോത്തുണ്ട്, 3 എരുമയുണ്ട്, 8 പശുവുണ്ട്, അങ്ങനെ ആട്, കോഴി എല്ലാം ഉണ്ട്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട് അവന്. പക്ഷെ അവിടെ ഇത്രയും മൃഗങ്ങളെ വളർത്താൻ പറ്റാത്തതുകൊണ്ട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയാണ് ഈ ഷെഡ് കിട്ടി ഇത്രയും പശുക്കളെയൊക്കെ നോക്കണത്. അമൽ നല്ല ക്ഷീരകർഷകനുമാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓടി വന്ന് സഹായിക്കാനായിട്ട് അവൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ അവൻ സമയം കണ്ടെത്തും. അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവൻ ഇനിയും പുരോഗതി ഈ പശു വളർത്തലിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് ഞാൻ. വാ നോക്കിയേ, വാ ഓടി വാ, വായോ. നോക്കണില്ല. പോവാട്ടെ, ബൈ ബൈ.